ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്കൊരു മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കിയാലോ? ഇപ്പോൾ മാംഗോ സീസണാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി മാംഗോ ഫ്രൂട്ടി നമുക്ക് വീട്ടിലുണ്ടാക്കാം. നമ്മൾ പുറത്ത് നിന്ന് വാങ്ങുന്ന മാംഗോ ഫ്രൂട്ടിയേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. മാത്രമല്ല അവരതിൽ പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്യും. പക്ഷേ നമുക്ക് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 പഴുത്ത മാങ്ങ പിന്നെ ഒരു പച്ച മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പച്ചമാങ്ങയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉൾവശം നല്ല യെല്ലോ കളറിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ചെനച്ച മാങ്ങ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മാങ്ങയാണിത്. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പച്ചമാങ്ങ എല്ലാം എഴുതിയിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. പച്ചമാങ്ങക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് കൊടുക്കാം. ഇനി ഇതിലോട്ട് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ മാങ്ങ ഇപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 1.25 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ മാംഗോ ഫ്രൂട്ടിയൊക്കെ കുടിക്കുമ്പോൾ നല്ല മധുരം വേണമല്ലോ, എന്നാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണം. അതുപോലെ ഈ മാംഗോൻ്റെ പൾപ്പുണ്ടല്ലോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഒത്തിരി നേരം ഒന്നും തിളപ്പിക്കരുത്. 2 മിനിറ്റിൽ കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ മാംഗോ ഫ്രൂട്ടിയുടെ ടേസ്റ്റും കളറും ഒക്കെ നഷ്ടമാവും. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇതിപ്പോൾ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മാംഗോ ഫ്രൂട്ടി റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് നല്ല പോലെ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനിപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പച്ചമാങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മാംഗോ പൾപ്പ് കട്ടയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ മാങ്ങയിൽ നാരൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മാംഗോ ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ദിവസം വരെ നമുക്കത് കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 മാസം വരെയൊക്കെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നാര് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കളയാം. കണ്ടില്ലേ, ഇപ്പോഴും നമ്മുടെ മാംഗോ ജ്യൂസ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഐസ് വാട്ടർ വേണം കേട്ടോ ചേർക്കാൻ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ലൂസാക്കുന്നില്ല. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം വരെ ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാംഗോ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മാംഗോ ഫ്രൂട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാംഗോ ഫ്രൂട്ടിയേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വിലയൊക്കെ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാറില്ലേ മാംഗോ ഫ്രൂട്ടി. പക്ഷേ ഇനി അതൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒത്തിരി പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും കേട്ടോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ സമ്മർ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്